ഇനി നമുക്ക് രണ്ടാമത്തെ ഫർദിനെ കുറിച്ച് പഠിക്കണം. രണ്ടാമത്തെ ഫർദ് ഗുസ്ലുൽ വജ്ഹ്, മുഖത്തെ കഴുകലാണ്. അപ്പോൾ മുഖത്തിൻ്റെ അതിർത്തി നമുക്കൊന്ന് മനസ്സിലാക്കാം. മുഖം നീളത്തിൽ സാധാരണ തലമുടി മുളക്കാറുള്ള സ്ഥലത്തിൻ്റെയും രണ്ട് താടിയെല്ലിൻ്റെ അറ്റത്തിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ് നീളത്തിൽ. എന്നാൽ അകലത്തിൽ രണ്ട് ചെവിക്കുറ്റികളുടെ ഇടയിലുള്ള സ്ഥലമാണ്. ഈ അതിർത്തിയുടെ ഇടയിലുള്ള മുഴുവൻ മുടികളും അതിൻ്റെ ഉള്ളും പുറവും കഴുകൽ നിർബന്ധമാണ്. എന്നാൽ തിങ്ങിയ താടിയും തിങ്ങിയ ഇടത്താടിയും ഒഴിച്ച്, തിങ്ങിയ താടിയും ഇടത്താടിയും ഉള്ളു കഴുകൽ നിർബന്ധമില്ല, പുറം മാത്രം കഴുകിയാൽ മതി. തിങ്ങിയത് എന്ന് പറയുമ്പോൾ തൊലി കാണാത്തത് എന്നർത്ഥം. നേരിയതാകുമ്പോൾ തൊലി കാണും. ഇത് മുടിയുടെ ഇടയിൽ കൂടി തൊലി കാണാത്തതിനാണ് കസീഫ് അല്ലെങ്കിൽ തിങ്ങിയ താടി എന്ന് പറയുന്നത്. ഇനി മുഖത്തിൽപ്പെട്ട ചില സ്ഥലങ്ങൾ പ്രത്യേകം പറയുകയാണ്. മുഖത്തിൽപ്പെട്ടതാണ് ആ സ്ഥലങ്ങൾ. ഒന്ന്, മുന്തഹൽ ലഹിയൈൻ, രണ്ട് താടിയെല്ലിൻ്റെ അറ്റം, അത് മുഖത്തിൽപ്പെട്ടതാണ്. അത് കഴുകൽ നിർബന്ധമാണ്. അതുപോലെ ഹുംറത്തു ഷഫത്തൈൻ, രണ്ട് ചുണ്ടുകളുടെ ചുവപ്പ്. അതുപോലെ മൗദിഉൽ ഗമം, അതായത് നെറ്റിത്തടത്തിൽ നിന്ന് മുടി മുളക്കുന്ന സ്ഥലം. എന്നാൽ മുഖത്തിൽപ്പെടാത്ത ചില സ്ഥലങ്ങളും കൂടി വിശദീകരിക്കുകയാണ്. ഒന്ന് മഹല്ലു തഹദീഫ്. ഈ മഹല്ലു തഹദീഫ് എന്ന് പറഞ്ഞാൽ അത് പഴയ കാലത്തുള്ള ഒരു പരിപാടിയാണ്. പഴയ കാലത്ത് സ്ത്രീകളും പഴയ കാലത്തെ പരിഷ്കാരികളൊക്കെ ചെയ്തിരുന്ന ഒരു പരിപാടിയാണ്. അതായത് മുഖം ഒന്ന് വിശാലമാകാൻ വേണ്ടി അവരൊന്ന് ചെത്തിക്കുറിപ്പിച്ചുണ്ടാക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിന് മുഖവള ഇടുക എന്നാണ് പഴമക്കാർ പറയുന്നത്. അത് ആ സ്ഥലം മുഖത്തിൽപ്പെട്ടതല്ല എന്നാണ്. അത് നമുക്കിപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം അതിപ്പോൾ നടപ്പിലില്ലാത്തതുകൊണ്ട്.